എറണാകുളത്തെ പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു. കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്ന് അപകടാവസ്ഥയിലുള്ള സ്റ്റാൻഡിന്റെ മുഖമിനുക്കൽ മാത്രമാണിപ്പോൾ നടക്കുന്നത്. തകരാറായ കെട്ടിടം പൊളിച്ചു നീക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണ്. കരിക്കാമുറിയിൽ പുതിയ ബസ് സ്റ്റാൻഡിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാമെന്ന് മാത്രമാണ് ഇന്നലെ സന്ദർശനം നടത്തിയ ധനമന്ത്രി KN ബാലഗോപാലിനും പറയാനുള്ളത്. നിഷ ദിലീപ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നിഷ പറയും. രോഹിണി, എറണാകുളത്ത് പുതിയ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എന്നത് വർഷങ്ങളായുള്ള ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇങ്ങനെ പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. MLA-മാരും മന്ത്രിമാരും ഒക്കെ മാറി മാറി വരുന്നു, കളക്ടർമാർ മാറി മാറി വരുന്നു. ആ സമയത്തൊക്കെ അവിടെ സന്ദർശനം നടത്തി എത്രയും പെട്ടെന്ന് ഒരു പുതിയ ബസ് സ്റ്റാൻഡ് എന്ന വാഗ്ദാനം നൽകും. പിന്നീട് അതൊന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാലങ്ങളായി കാണുന്നതാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിലെ കെട്ടിടം, അതായത് തകർന്ന കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ പോലും തറയൊക്കെ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. എന്തായാലും അതായത് പഴയ ആ ഒരു സ്കെൽട്ടൺ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുറം മോടി കൂട്ടൽ അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ആശങ്ക അവസാനിക്കുന്നില്ല. കാരണം യാത്രക്കാർ, അവിടെ എത്തുന്ന ആളുകളുണ്ട്, അവിടെ കച്ചവടക്കാരുണ്ട്, അവരുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു പുതിയ ഒരു നവീകരണ പ്രവർത്തനം നടക്കുന്നത്. നവീകരണ പ്രവർത്തനമല്ല, ഒരു പുതിയ KSRTC ബസ് സ്റ്റാൻഡ്, അതാണ് ആവശ്യം. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു കെട്ടിടം പുറംമോടി കൂട്ടുന്ന ഒരു നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കാണാൻ എത്തിയിരുന്നു. കരിക്കാമുറിയിൽ KSRTC ബസ് സ്റ്റാൻഡിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ഒരു പരിശോധന അത് മാത്രമാണ് നടക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്ന പുതിയൊരു KSRTC ബസ് സ്റ്റാൻഡ് എന്നതിലേക്ക് പോകാതെ നിലവിലുള്ള ആ ഒരു കെട്ടിടം പുറം മോടി കൂട്ടി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. രോഹിണി, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.